നമസ്കാരം. നിങ്ങൾക്ക് ഒരു 35 വയസ്സുണ്ടെന്നും വിവാഹിതനാണെന്നും 2 കുട്ടികളുണ്ടെന്നും സങ്കല്പിക്കുക. എന്നിട്ടും ഒരു പുതിയ ജോലിക്ക് പോകണമെങ്കിൽ മാതാപിതാക്കളോട് അനുവാദം ചോദിക്കേണ്ട ഒരവസ്ഥ. എന്തിന്? കാരണം വീടും സ്വത്തും അവരുടെ പേരിലാണ്. അത് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാമെന്ന് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ നന്നായി പെരുമാറിയാൽ മാത്രമേ അത് നൽകൂ എന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊരു അതിശയോക്തിയായി തോന്നുന്നുണ്ടോ? അല്ല, ഇത് പല വീടുകളിലും അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. ഇന്ന് ഞാൻ അല്പം സെൻസിറ്റീവായ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഇത് രാഷ്ട്രീയമോ മതമോ ഒന്നുമല്ല. ഇത് സ്വത്തിനെക്കുറിച്ചാണ്. പക്ഷേ ഇത് റിയൽ എസ്റ്റേറ്റിൻ്റെ മൂല്യങ്ങളോ അതിൻ്റെ വിലയെക്കുറിച്ചോ ഒന്നുമല്ല. പ്രായപൂർത്തിയായ മക്കളുടെ ജീവിതം നിയന്ത്രിക്കാൻ ചില മാതാപിതാക്കൾ സ്വത്ത് ഒരു റിമോട്ട് കൺട്രോളായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അതെങ്ങനെയാണ് കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നത്, അങ്ങനെ ആളുകൾ അകലങ്ങളിലേക്ക് മാറിപ്പോകുന്നത് എന്ന് സംസാരിക്കാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. പല വീടുകളിലും ഒരു അദൃശ്യമായ ചങ്ങല ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ ഒരു കാര്യമുണ്ട്, പല കുടുംബങ്ങളിലും മക്കൾ പൂർണ്ണരായി വളരുന്നേയില്ല. അവർ കാഴ്ചയിലും വസ്ത്രധാരണത്തിലും സമ്പാദ്യത്തിലുമൊക്കെ മുതിർന്നവരെ പോലെയൊക്കെ ആകുന്നുണ്ട്. പക്ഷേ വീടിനുള്ളിൽ അവർ എപ്പോഴും മേൽനോട്ടത്തിലുള്ള കുട്ടികളാണ്. ആരുടെ മേൽനോട്ടത്തിൽ? മാതാപിതാക്കളുടെ മേൽനോട്ടത്തിൽ. പലപ്പോഴും അതിന് കാരണം ഭൂമി, വീട്, സ്വത്ത്, അല്ലെങ്കിൽ ഭാവിയിലെ പിന്തുടർച്ചാവകാശം, മക്കളുടെ ഉത്തരവാദിത്വം, ഇങ്ങനെ 100,000 നൂലാമാലകളുടെ ഇടയിൽപ്പെട്ട് കഷ്ടപ്പെടുന്ന ഒട്ടനവധി കുടുംബങ്ങളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടിരിക്കാനും സാധ്യതയുണ്ട്. നീ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ നിനക്ക് ഒരു കുടുംബ സ്വത്തും പ്രതീക്ഷിക്കേണ്ടതില്ല. തർക്കിക്കാൻ ഇങ്ങോട്ട് വരണ്ട, ഈ വീടും സ്വത്തും ഇപ്പോഴും ഞങ്ങളുടെ പേരിൽ തന്നെയാണ്. ഞങ്ങൾ നിനക്ക് ജന്മം നൽകി, നിന്നെ വളർത്തി, ഇപ്പോൾ നീ ഞങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. ഇതൊരു യഥാർത്ഥ രക്ഷാകർതൃത്വത്തിൻ്റെ രീതിയല്ല. ഇത് സ്വത്തിൻ്റെ രേഖ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വൈകാരികമായ ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാനൊരു വ്യക്തിയെ കണ്ടുമുട്ടി. അതിബുദ്ധിമാനാണ്, US പഠിച്ചയാളാണ്, വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവൻ എന്നിട്ട് നാട്ടിലേക്ക് മടങ്ങുകയാണ്, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ച്. എന്നാൽ അവൻ്റെ വീട്ടിൽ ചെന്നപ്പം അവൻ്റെ മാതാപിതാക്കൾ അവനോട് പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? ഞങ്ങൾ മരിച്ചതിന് ശേഷം നിനക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും കാണിക്കാം, അതുവരെ നീ ഞങ്ങളുടെ കുടുംബ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കി നടക്കുക. അവന് വലിയ സ്വപ്നങ്ങളുണ്ടായിരുന്നു. കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു നല്ല ബിസിനസ് പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അവൻ ചവറ്റുകുട്ടയിലേക്ക് എറിയുകയാണ് അവസാനം. കാരണം ഭാവിയിലെ പിന്തുടർച്ചാവകാശവും മാതാപിതാക്കളെ വെറുപ്പിക്കാനായിട്ട് താല്പര്യമില്ലാത്തതുകൊണ്ടും അവൻ്റെ സ്വപ്നങ്ങളെ മുഴുവൻ അവൻ ബലി കഴിക്കുകയാണ് ചെയ്യുന്നത്. ആരാണ് ഇവിടെ വിജയിച്ചത് യഥാർത്ഥത്തിൽ? അവൻ്റെ സ്വപ്നങ്ങൾ അവസാനിപ്പിച്ച് അവൻ്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവൻ തന്നെയാണോ പരാജയപ്പെട്ടത് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. അതേസമയം അവൻ്റെ സുഹൃത്ത് ജർമ്മനിയിൽ ജീവിക്കുകയാണ്. അവൻ അവൻ്റെതായ സ്വപ്നങ്ങളും സാധ്യതകളുമൊക്കെ ആയിട്ട് അവൻ ജീവിക്കുന്നു. അവൻ വാനിലാണ് താമസിക്കുന്നത്, യാത്രാ വ്ലോഗുകൾ ചെയ്യുന്നു. അവന് ഭൂമിയില്ല, നാടകങ്ങളില്ല, സമ്മർദ്ദങ്ങളില്ല, അവന് ഒരു ഭാരവുമില്ല. അവൻ മാതാപിതാക്കളിൽ നിന്ന് ഒന്നും വേണ്ടിയിരുന്നില്ല, ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ മാതാപിതാക്കളും അവനിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ നന്നായി ജീവിക്കുന്നു, അവൻ്റെ ജീവിതം ആസ്വദിക്കുന്നു. ഇവിടെ ആരാണ് യഥാർത്ഥത്തിൽ ജീവിതം ജീവിച്ചു എന്ന് പറയാനായിട്ട് കഴിയുക? ഇത് ചോദിക്കേണ്ട ചോദ്യമാണ്. രണ്ടുപേരും ജീവനുണ്ടായിരുന്നു, രണ്ടുപേർക്കും. പക്ഷേ ഒരാളുടെ സ്വപ്നം ബലി കഴിക്കുന്നു മറ്റൊരാൾക്ക് വേണ്ടി. എന്നാൽ മറ്റൊരാൾ അയാളുടെ സ്വപ്നം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നു, സ്വന്തം സന്തോഷം കണ്ടെത്താനായിട്ട് പരിശ്രമിക്കുന്നു. ആഴത്തിലുള്ള മുറിവുകളുമായി കടന്നു പോകുന്ന ധാരാളം ആളുകൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇവിടെയാണ് യഥാർത്ഥമായിട്ടുള്ള അപകടം പതുങ്ങിയിരിക്കുന്നത്. സ്വത്ത് ആളുകളെ നിയന്ത്രിക്കാനുള്ള ഉപാധിയാകുമ്പോൾ സ്നേഹം ഒരു ഇടപാടായിട്ട് മാറുന്നു, ഒരു ട്രാൻസാക്ഷനായിട്ട് മാറുന്നു. വിവാഹം എന്നത് ഒരു വിലപേശലായിട്ട് മാറുന്നു. ജീവിതത്തിലെ തീരുമാനങ്ങൾ കണക്കുകൂട്ടലുകളായിട്ട് തീരുന്നു. ഞാൻ എൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞാൽ ഭൂമി നഷ്ടപ്പെടുവോ, സ്വത്ത് നഷ്ടപ്പെടുവോ, എൻ്റെ അവകാശങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയങ്ങളൊക്കെ അവരുടെ മക്കൾ മനസ്സിൽ അത് സൂക്ഷിച്ച് ഒരുതരം മാനസികമായ സമ്മർദ്ദത്തിലും വിഷമത്തിലുമായിട്ട് ജീവിതം മുൻപോട്ട് പോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. ചില മക്കൾ അവരുടെ സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്നു. ചില മക്കൾ സന്തോഷമില്ലാതെ ചില നിർബന്ധിത വിവാഹ ബന്ധങ്ങളിൽ തുടരുന്നു. ചിലർ ഒരിക്കലും വീട് വിട്ടു പോകാതെ, അതായത് ശാരീരികമായും വൈകാരികമായും എല്ലാം മാതാപിതാക്കളിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കാനായിട്ട് അവരെ പഠിപ്പിച്ചതുകൊണ്ട് അവരിങ്ങനെ ആ വീടുകളിൽ ഒതുങ്ങിക്കൂടി നിൽക്കുന്നു. അതിൻ്റെ പ്രതിഫലമായിട്ട് അനുസരണം എന്നത് മക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാനും
മാതാപിതാക്കൾക്കുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അവരത് നന്നായിട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതൊരു നിശബ്ദമായ കരാറാണ്, ഒരു കോൺട്രാക്റ്റാണ്. ആരും ഒപ്പുവെച്ചിട്ടില്ല എങ്കിലും എല്ലാവരും പാലിക്കുന്ന ഒരു കോൺട്രാക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു കോൺട്രവേഴ്ഷ്യൽ വിഷയമായിട്ട് തോന്നാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾക്കുണ്ടാവേണ്ടത് ഒരു മാനസികമായിട്ടുള്ള സംഘടനത്തിനുള്ള സാധ്യതയല്ല, മറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ വിഷയമാണിത്. ഒരു പുതിയ ചിന്താരീതി നമ്മുടെ മനസ്സിൽ, മാതാപിതാക്കളുടെയും മക്കളുടെയും ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചാൽ അത് വലിയ സന്തോഷത്തിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് എന്ന് അനുഭവങ്ങളും പഠനങ്ങളും നമ്മളെ കാണിക്കുന്നുണ്ട്. ഏറ്റവും നല്ല ഉദാഹരണം വിദേശ രാജ്യങ്ങളാണ്. അവിടെ 18 വയസ്സായി കഴിയുമ്പോൾ മക്കൾ മാതാപിതാക്കളിൽ നിന്നുള്ള ഒന്നും പ്രതീക്ഷിക്കാതെ സ്വന്തമായി വിദ്യാഭ്യാസ ലോൺ എടുത്ത് പഠനങ്ങൾ ആരംഭിച്ച് അവരുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുന്നു. മാതാപിതാക്കളിൽ നിന്ന് മക്കൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, മക്കളിൽ നിന്ന് മാതാപിതാക്കളും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒടുവിൽ എല്ലാം കഴിഞ്ഞ് മാതാപിതാക്കൾ മരിച്ചു കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ, അവർക്ക് ആഗ്രഹമുണ്ട് എങ്കിൽ മാത്രം അവർ മക്കൾക്ക് കൊടുക്കുന്നു. മക്കൾ പ്രതീക്ഷിക്കുന്നില്ല. ചിലപ്പോൾ അവർ മറ്റ് സ്ഥലങ്ങളിലേക്ക് അവരുടെ സമ്പത്തൊക്കെ ഡൊണേറ്റ് ചെയ്യുന്നു. ഇത് വളരെ സാധാരണമായി നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ സ്വത്തിൻ്റെ പേരിൽ ഒരു റിമോട്ട് കൺട്രോളായി നമ്മുടെ സ്വത്തും അവകാശവും ഒക്കെ മക്കളെ നിയന്ത്രിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ അറിയാതെ നമ്മൾ അവരെ ദൂരത്തേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം സങ്കല്പിക്കാനായിട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. മാതാപിതാക്കൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? അതായത്, ഞങ്ങൾ നിങ്ങളെ വളർത്തി, നിങ്ങളുടെ ജീവിതം നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുക, അടിച്ചു പൊളിക്കുക, ഞങ്ങളിൽ നിന്ന് നിങ്ങളൊന്നും ഇനി പ്രതീക്ഷിക്കരുത്. 18 വയസ്സ് വരെ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു. നിങ്ങളുടെ സ്വന്തം കഥ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങൾ ജീവിക്കുക, ആഗ്രഹമുള്ളതുപോലെ മുൻപോട്ട് പോവുക, ഞങ്ങൾ നിങ്ങളെ പിറകിൽ നിന്ന് സഹായിച്ചു കൊള്ളാം. അപ്പോൾ മക്കൾ ഇങ്ങനെ പറയുകയാണെന്ന് വിചാരിക്കുക, എല്ലാം തന്നതിന് നന്ദി, നിങ്ങളുടെ സ്വത്തൊന്നും എനിക്ക് വേണ്ട, അത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾ നന്നായിട്ട് ജീവിക്കുക, നിങ്ങളുടെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്, ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാം. അത് ഒരു നിർബന്ധമായതുകൊണ്ടല്ല, അത് എനിക്കിഷ്ടമുള്ളത് കൊണ്ടാണ്. ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങളുടെ അരികിലുണ്ടാവും. അപ്പോൾ ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് വരുമ്പോഴേക്കും സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ഒരു യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക്, ഒരു നിർബന്ധവുമില്ലാത്ത, പിടിച്ചുകെട്ടലുകളില്ലാത്ത, ഒരു പ്രതീക്ഷകളുമില്ലാത്ത ഒരു നല്ല സ്വാതന്ത്ര്യമുള്ള സ്നേഹത്തിലേക്ക് വരാനായിട്ട് ആ കുടുംബത്തിന് കഴിയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് യഥാർത്ഥ കുടുംബ ബന്ധം. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ യഥാർത്ഥ സ്നേഹമുണ്ടാവും, അവർ ഒരുമിച്ച് നിൽക്കും, അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം അവർ ഒരുമിച്ച് പരിഹരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് കൂടുതൽ വീടുകളല്ല വേണ്ടത്, നമുക്ക് ആരോഗ്യകരമായ നല്ല ബന്ധങ്ങളുള്ള സ്നേഹം നിറഞ്ഞ വീടുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അനന്തരാവകാശത്തിനായി കാത്തിരിക്കാൻ മക്കളെ പഠിപ്പിക്കുന്നത് നിർത്തി അവരുടെ സ്വന്തം സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുക്കാനായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ ജീവിതം അവരുടെ വഴിക്ക് വിടുകയും അവരെ ജീവിക്കാനായിട്ട് അനുവദിക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ തീർച്ചയായിട്ടും മക്കളുടെ ജീവിതത്തിലേക്ക് വലിയ വെളിച്ചം നൽകുന്നവരായിട്ട് മാറും. മാതാപിതാക്കൾക്ക് സ്വത്ത് നൽകണമെന്നുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടാകണം, അല്ലാതെ അവരെ സ്വാധീനിക്കാനായിട്ടുള്ള ഉപാധികളായിട്ട് ഒരിക്കലും മാറരുത് എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തന്നില്ലെങ്കിൽ പോലും ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടാവും, അത് നഷ്ടപ്പെടില്ല. പ്രതീക്ഷകൾ അവസാനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹവും വളർച്ചയും ആരംഭിക്കുന്നത്. നമുക്കിത് എപ്പോഴും ഓർക്കാം, നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം. ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം.